വളരെയധികം ദാരിദ്ര്യം പിടിച്ച ദളിതുകളാണ്, ദളിത് ഹിന്ദുക്കളാണ് ഈ പരിവർത്തനത്തിന് വിധേയമായിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ നമുക്ക് വാർത്തകളിൽ നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയുള്ള സമൂഹത്തിൻ്റെ താഴെക്കിടയിൽ ജീവിക്കുന്ന, നേരത്തെ സാർ സൂചിപ്പിച്ചതുപോലെയുള്ള ആ ഒരു സമൂഹത്തെ അത് അവരുടെ നിലവിലെ അവസ്ഥ മുതലാക്കുന്ന രീതിയിൽ പുരോഹിതന്മാരൊക്കെ വന്ന് ഇടപെടുന്നൊരു രീതി, അതും തടയപ്പെടേണ്ടത് തന്നെയല്ലേ? അല്ല, അത് തടയപ്പെടേണ്ടതാണ്. പക്ഷേ അവരെന്തുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അവർ ഹിന്ദുക്കളാണ് എന്ന് ആർഗ്യൂ ചെയ്ത് സ്ഥാപിക്കുന്ന ഈ മനുഷ്യന്മാരാരും അവരുടെ അടുത്തേക്ക് പോകുന്നില്ലല്ലോ. ഇപ്പോൾ യോഗി ആദിത്യനാഥ് സർക്കാർ 2017 മുതൽ അവിടെ ഭരിക്കുന്നുണ്ട്. ഇത് 2024. അപ്പോൾ ഈ കാലത്തിനിടയിൽ വേണമെങ്കിൽ ഈ മനുഷ്യരുടെ സാമൂഹിക സാഹചര്യം മുൻപോട്ട് കൊണ്ടുപോകാൻ പാകത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ. അത് ചെയ്യാത്തതുകൊണ്ടാണല്ലോ ഇവർക്ക് പോകേണ്ടി വരുന്നത്. അവരത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മനുഷ്യന്മാർക്ക് അവിടെ എൻട്രി കിട്ടില്ലല്ലോ. ഈ മനുഷ്യന്മാർ എന്തുകൊണ്ടാണ് അവിടെ ചെല്ലുന്നത്? അവരിപ്പോഴും ഇല്ലിറ്ററേറ്റ് ആയിട്ട് തുടരുകയാണ്. അവർക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യമില്ല. അവർക്ക് കുട്ടികളെ നേരാവണ്ണം സ്കൂളിലേക്ക് അയക്കാൻ പറ്റുന്നില്ല. ഇങ്ങനത്തെ സാഹചര്യം ഉള്ളതുകൊണ്ടാണല്ലോ ഈ മനുഷ്യന്മാർക്ക് അവിടെ പോകേണ്ടി വരുന്നത്. അവരവിടെ ചെല്ലുന്നു എന്നുള്ളത് നമ്മളെങ്ങനെയാണ് കുറ്റകരമായിട്ട് കാണുക? അപ്പം നമ്മളുടെ സാമൂഹ്യ സാഹചര്യങ്ങൾ അതിനനുകൂലമായിരിക്കെ അവരെ കുറ്റം പറയാൻ പറ്റില്ല. അത് മാത്രമല്ല, ഒരു റിലീജിയസ് പ്രൊപ്പഗാൻഡ എന്ന് പറയുന്നൊരു സംഗതി നിയമപ്രകാരം രാജ്യത്ത് അനുവദനീയമാണ്. അവർക്ക് രാജ്യത്ത് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം, ആരോട് വേണമെങ്കിൽ സംസാരിക്കാം, എൻ്റെ വിശ്വാസം ഇതാണ് എന്ന് പറയാം, എൻ്റെ വിശ്വാസം കൊണ്ട് ഞാൻ നേടിയ കാര്യങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് പറയാം, എനിക്ക് ഭൗതികമായ നേട്ടങ്ങളുണ്ടായി, എനിക്ക് എന്താ പറയുക സ്പിരിച്വലായിട്ടുള്ള മുൻപോട്ട് പോക്കുണ്ടായി, അല്ലെങ്കിൽ എനിക്ക് പുതിയ വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങളുണ്ടായി, ഇതൊക്കെ ഞാൻ ഇതിൽ വിശ്വസിക്കുന്നതുകൊണ്ടാണെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കുറ്റമായിട്ട് എങ്ങനെ കാണാൻ പറ്റും? അപ്പോൾ ഈ സാഹചര്യം അവിടെ നിലനിൽക്കുകയാണ്. അപ്പോൾ അത് പരിഹരിക്കാനുള്ള നടപടികളില്ല. ഈ സാഹചര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇലക്ഷനിൽ ജയിക്കുന്നുണ്ടല്ലോ നമ്മൾ. ഇതിനെ നമ്മൾ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നാണല്ലോ പറയുന്നത്. അത് UP യിൽ വളരെ ഭംഗിയായിട്ട് നടപ്പാക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തി ഇലക്ഷൻ ജയിക്കുന്ന മനുഷ്യന്മാർ ഇവരുടെ സാമൂഹ്യ സാഹചര്യം ഉയർത്താൻ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ അതിനുവേണ്ടി ആരെങ്കിലും ശ്രമിച്ചാൽ നമുക്കവരെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഈ നേരത്തെ സാലിം സൂചിപ്പിച്ച വിധത്തിൽ ഏതെങ്കിലും തരത്തിൽ നമ്മൾ നിർബന്ധിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ പണം കൊടുത്ത് സ്വാധീനിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ അതിനകത്തൊരു പ്രോബ്ലം ഉണ്ട്. നമ്മൾ മോണിറ്ററി ആയിട്ടുള്ള ബെനിഫിറ്റ് കൊടുത്താൽ പോലും ഇത് സ്വീകരിച്ച ആൾ പരാതി പറയണം. എന്നാൽ മാത്രമേ പ്രശ്നമുള്ളൂ. അതിപ്പോൾ എനിക്ക് ആരെങ്കിലും പണം തന്നു, നിങ്ങൾ ഇന്ന മതത്തിൽ ചേരുകയാണ്, നിങ്ങൾക്ക് 1 കോടി രൂപ തരാം എന്ന് പറയുകയാണ്. ഞാനത് വാങ്ങിയിട്ട് ഞാൻ ഈ മതത്തിൽ ചേരുന്നു എന്ന് വിചാരിക്കുക. എനിക്ക് പരാതി ഇല്ലെങ്കിൽ പിന്നെ ആർക്കും പ്രശ്നമില്ല. BJP സംസ്ഥാന പ്രസിഡന്റ് പരാതി പറഞ്ഞിട്ടും കാര്യമില്ല, ജില്ലാ പ്രസിഡന്റ് പരാതി പറഞ്ഞിട്ടും കാര്യമില്ല, രാജ്യത്തെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടും കാര്യമില്ല, രാജ്യത്തെ പ്രസിഡന്റ് പറഞ്ഞിട്ടും കാര്യമില്ല. എനിക്ക് പരാതിയില്ലെങ്കിൽ കോടതിക്ക് മുമ്പാകെ ഒരു സംഗതിയുമില്ല. അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ളൊരു വസ്തുത. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കേണ്ടതും അത് പരിഹരിക്കുകയും ചെയ്യേണ്ടത് ഭരണകൂടങ്ങളുടെ ഉത്തരവാദിത്തം. അവിടെ നമ്മൾ പരാജയപ്പെട്ടിട്ട് നാട്ടുകാരുടെ വലിയ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല.